Hi guys, so it's me and Maria again. So guys, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ നാട്ടിലോട്ട് തിരിച്ചോണെയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളൊന്നായിട്ടില്ല, എന്നാലും ഞാൻ നാട്ടിലോട്ടൊന്ന് തിരിച്ചു പോവുകയാണ്. സോ എൻ്റെ വിസയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. സോ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരാനുണ്ട്. ആൻഡ് എൻ്റെ മമ്മയ്ക്കും പപ്പയ്ക്കും അറിയാണ്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ അത് പാളിപ്പോയി, അറിയാണ്ട് എൻ്റെ വായുന്നത് വീണ്. ഓക്കെ അപ്പം ഇനി അടുത്ത ഒരു ആരെ പറ്റിക്കാന്ന് ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിനെയും ചേട്ടനെയാണ്. ഓക്കെ, അവരോട് പറയരുതെന്ന് ഞാൻ പ്രത്യേകം പപ്പ മമ്മനോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പപ്പ മമ്മയ്ക്ക് അത്ര അറിയുള്ളൂ ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം ശരിക്കും അവർ പോലും അറിയാണ്ട് ഞാൻ അവിടെ എത്താൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വന്ന ദിവസം അവിടെ ഒരു കല്യാണം ഉണ്ട് അവർക്ക്. അപ്പം ഞാൻ വരുമ്പോൾ അവിടെ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്നത് വേസ്റ്റ്. സോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവരോട് പറയേണ്ടി വന്നു. ഓക്കെ, സാറില്ല, നമുക്ക് ഇനി എപ്പോഴെങ്കിലും പുറത്തോട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ അവർക്കുള്ള പണി. ആൻഡ് ഇതല്ല വിഷയം. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം 4-ാം തീയതിയാണ്, നാളെ 5-ാം തീയതി, 6-ാം തീയതി ഞാൻ ഫ്ലൈറ്റ് കയറും. 5-ാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യണത്. സോ ടുമോറോ മോർണിംഗ് അറ്റ് 8 o'clock ഐ ലീവ് ടു മൈ ഫ്രണ്ട്സ് ഹൗസ്. സോ ഞാൻ അവളുടെ അടുത്ത് പോകുന്നു, അവളുടെ ഒപ്പം സ്റ്റേ ചെയ്യുന്നു ഒരു നൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഡേ വി ഗോ അഗെയിൻ ഫോർ ഔട്ടിങ്. ആൻഡ് പിന്നെയും സെയിം, ഞാൻ തിരിച്ച് റൂമിൽ വരുന്നു, അവളുടെ അടുത്തുനിന്ന് ലഗേജൊക്കെ പിറക്കിയെടുക്കുന്നു, അവളും ഞാനും കൂടി എയർപോർട്ടിൽ പോകുന്നു, അവളെ ആക്കിയിട്ട് അവൾ തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോകുന്നു. ഞാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ദൈവത്തിനറിയാം ബാക്കി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇതൊക്കെ എൻ്റെ പ്രൊഡക്ഷൻ മാത്രമാണ്. സോ അറ്റ് ലാസ്റ്റ് ഐ എം ഗോയിങ് ബാക്ക് ടു മൈ കൺട്രി. ഐ ലവ് മൈ കൺട്രി വെരി മച്ച്. സോ ഇനി നമുക്ക് എൻ്റെ ലഗേജൊക്കെ കാണാം. ഇതൊക്കെ ഞാൻ എഴുതി വെച്ചേക്കണം, കാണണം. സീ ഗൈസ്, എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത്, ഇതൊക്കെ എനിക്ക് നാളെ കൊണ്ടുവരാനുള്ളതാണ്. ഇനി ഒന്നുമില്ല പാക്ക് ചെയ്യാൻ, അലമാരിയൊക്കെ കാലിയാണ്, എല്ലാം പാക്കായി. ആയിരിക്കണത് എൻ്റെ ഷൂ ആണ് കേട്ടോ, ഇതായിരിക്കണത്. ഇനി ഞാൻ നനച്ചതല്ല, ഉണങ്ങാത്തതുകൊണ്ട് അതിന് വേണ്ടി തുണിയൊക്കെ ഇടിച്ചിട്ടേക്കണം എങ്ങനെയെങ്കിലും ഉണക്കാനായിട്ട്. സോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോണത്. ആയിരിക്കണ കവറ് എൻ്റെ ഫ്രണ്ടിനെ കൊടുക്കാനാണ്, അവൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. So guys, I'm coming back to India. So ഇനിയിപ്പോൾ നമ്മൾക്ക് കിടന്നുറങ്ങണം, നാളെ രാവിലെ എഴുന്നേൽക്കണം, എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയണം, പോകണം. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. But I have to do because of some situations. Yeah. ഞാൻ പോലും വിചാരിച്ചതല്ല ഇങ്ങനൊരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോലും ഉണ്ടായില്ല. ഇന്നലെ ഈ ഒരു സമയം വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണിത്. പക്ഷേ ഇന്നലെ നൈറ്റ് എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. സോ അത് വെച്ച് ഞാനൊന്ന് കമ്പയർ ചെയ്ത് ഇന്നലെ രാത്രി എനിക്ക് ഇതിൻ്റെ ഒരു ഫുൾ ചിന്തയിലിരുന്ന് രാവിലെ ഞാനൊരു ഡിസിഷൻ എടുത്ത് അടുത്ത ദിവസം നാട്ടിലോട്ട് പോവാം. ഓക്കെ, സോ ഐ ആം കമ്മിങ് ബാക്ക് ടു മൈ കൺട്രി. ഇവിടുത്തെ പേച്ച് ഭക്ഷണം കഴിച്ച് എനിക്ക് മടുത്ത്. ഗൈസ്, നൂഡിൽസ് അതൊക്കെ കഴിച്ച് മടുത്ത്. നാട്ടിൽ ഏറ്റവും വലിയ സന്തോഷം നാട്ടിൽ ഭക്ഷണം കഴിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് ഈ പുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ, അത്ര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു മലയാളികളുടെ പോണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ കണ്ടിട്ട് 3-4 മാസമായി. നാളെയാണ് ഞാൻ ഒരു മലയാളി കൂട്ടുകാരിനെ കാണാൻ പോണത്. മതിയായി. അങ്ങനെയല്ല, മലയാളീസിനൊന്നും കാണാണ്ട് ഈ ജർമ്മനിയുടെ ഇടയിൽ തന്നെ ഇരുന്ന് ബ്ലാ 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 മടുത്ത് ഗൈസ്. So I'm going back to my country. Okay, I'm so excited. പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലൊക്കെ വല്ല എയർപോർട്ടിലൊക്കെ വെച്ച സീൻ ഉണ്ടാവുമെന്ന് എനിക്ക് ടഫ് ഉണ്ട്. അതായത് എൻ്റെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ തൂക്കിയിട്ടാണ് എല്ലാം കൊണ്ടുവന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം എല്ലാം എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചാണ് ഞാൻ വെച്ചേക്കണത്, എല്ലാ സാധനവും അങ്ങനെ തന്നെ. പിന്നെ മുതുകത്തിടാനുള്ള ബാഗിൽ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സത്യത്തിന് ഞാൻ എന്താ പറയുക, ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താ നടക്കാൻ പോകണമെന്നല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ ചില സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വരെ എൻ്റെ മമ്മിക്കും പപ്പക്ക് അറിഞ്ഞൂടായിരുന്നു. ഓക്കെ, എന്നിട്ട് രാത്രി ഫോൺ വിളിച്ചപ്പോൾ പറയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പോയി, കാരണം ഒരാളെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പപ്പ മമ്മ തന്നെ ഉണ്ടാവുള്ളല്ലോ. സോ അവരറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അവരോട് പറഞ്ഞു. പിന്നെ അവർ കല്യാണത്തിന് പോകുന്നു പറഞ്ഞുകൊണ്ടാണ് മെയിനായിട്ട് പറയാനുള്ള കാരണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചെന്നിട്ട്. പക്ഷെ അതിലും വലിയ കോമഡി എന്താണെന്ന് ഓർത്താൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടല്ല, എൻ്റെ പപ്പയും മമ്മ ഇങ്ങനെയൊക്കെയാണ്. സാധാ മക്കളൊക്കെ നാട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ മോൾ നാട്ടിൽ വന്നേന്ന് പറയും. എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ അപ്പം പ്രത്യേകിച്ചത് എങ്ങനെയാണ്.
ഒരു എക്സ്പ്രഷനും അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണു. ചിരിക്കപ്പാന്നപ്പോ ഇങ്ങനെ ഇരിക്കണു. എന്താണല്ലേ? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും സന്തോഷം, കാണാത്തോണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ. എനിവേ സോ നാട്ടിലോട്ട് വരണേ. സോ നമുക്ക് ഇനിയിപ്പം ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ എൻ്റെ പാക്കിങ് സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് നാളെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ട് പോവാം. ഒരു കാര്യം പറഞ്ഞു, അതായത് എന്താണ്, ഞാൻ ഈ വീഡിയോസൊക്കെ ഇടണ സമയത്ത് എന്തായാലും ഞാൻ നാട്ടിൽ ചെന്നിട്ടായിരിക്കും. സോ അത്രയും ദിവസം വരെ ഉള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത് കയറ്റുന്നതാണ്. സോ ഇറ്റ് മേ ബി എ ലോങ് വീഡിയോ. എല്ലാവരും കാണുക. ആൻഡ് മെയിനായിട്ടുള്ള കാര്യം, ആരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണം. ഞാൻ ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം എന്നാണ്. ഓക്കെ, സോ എൻ്റെ ചാനൽ എല്ലാവരും ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പിന്നെ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഞാൻ നാട്ടിൽ നിന്ന് വന്നതിനെക്കാട്ടും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടോയെന്ന്. അഫ്കോഴ്സ് എനിക്ക് ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഇപ്പോഴും ഞാൻ ഉരുണ്ടിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. സോ അതോർത്താരും ഇരിക്കണ്ട ഞാൻ ക്ഷീണിച്ചെന്ന്. ഞാൻ ഇപ്പോഴും നല്ല ഗുണ്ടൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും കാണാലോ, ഐ എം സ്റ്റിൽ ഗുണ്ടൂസ്. സോ അങ്ങനെ ആരും ചിന്തിക്കരുത് ഞാൻ പുറത്തു പോയി എന്ന് വിചാരിച്ച് ക്ഷീണിക്കത്തില്ല. അതവിടെ ഇരിക്കട്ടെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് സ്ലീപ്പ് ഇൻ Rischweiler Mühlbach. This is the place where I stay, so this is the last sleep in Rischweiler Mühlbach. But I'm a little bit happy than other times. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, സോ ഞാൻ ഉറങ്ങട്ടെ പോയി. ഇപ്പോഴാണ് ശരിക്കും ഉറങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്ക് നാളെ കാണാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇത് ഡേ 2. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് കൊണ്ടാണ്. എല്ലാം പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി, റൂമൊക്കെ കാലിയാക്കി. ആൻഡ് ഇനിയിപ്പോൾ അവളുടെ അടുത്ത് ചെല്ലും. അവളുടെ അടുത്ത് ചെന്നിട്ട് നാളെ ഞാൻ ഫ്ലൈറ്റ് കയറും രാത്രി. ആൻഡ് മറ്റന്നാൾ നാട്ടിലെത്തും. സോ ഇപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി. ഞാൻ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി, ഇവിടുത്തെ പിള്ളേരൊക്കെ പോയിട്ട് വേണം എനിക്ക് പോകാൻ. So guys, I'm out of the house. So choose Rischweiler. എനിക്ക് സ്ഥലം ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പോകാറായപ്പോൾ ഒരുത്തൻ കിടന്ന് കരഞ്ഞ്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷം പോയി. അങ്ങനെ അവനാണ് എന്നോട് ഏറ്റവും കൂടുതൽ തല്ലുപിടിക്കണത്. അവൻ കിടന്ന് കരഞ്ഞ് ഭയങ്കര ഉമ്മൻ തരലൊക്കെ ആയിരുന്നു. എന്നിട്ടാണ് പോയ ക്ലാസ്സിൽ. So I'm leaving now Rischweiler. So cheers Rischweiler. See you. സോ നമുക്കിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലോട്ട് പോവാം. ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തി. പുറംഭാഗം മാത്രമേ കാണിച്ചുള്ളൂ, പുള്ളിക്കരി ഓടിക്കളഞ്ഞു. സോ ഞങ്ങളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ പോണേ. അവിടെ ചെറ്റാളാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അയൺ ബ്രിഡ്ജിലാണ്. ഫ്രാങ്ക്ഫർട്ടിൽ അയൺ ബ്രിഡ്ജ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ വീഡിയോസിലൊന്നും വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. സോ ഓർഡറൊക്കെ ഉണ്ട് കണ്ടത്തിൽ കൂടി. സോ ഗൈസ്, ഇത് ഞങ്ങൾ €1 കൊടുത്ത് കയറിയ ടോയ്ലറ്റാണ്. കൊള്ളാൻ. ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിൻസിൽ നിൽക്കുന്ന സ്ഥലം. ഇതേ പോണു ഇവിടെ. ഓക്കെ, നല്ല ആവശ്യത്തിന് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. സോ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോണേ. ഹായ് ഗായ്സ്, സോ അത് ഞങ്ങൾ ഹോഫൈമിൽ നടക്കാൻ വന്നേക്കണേണ്. ഇനി നാളെയും കൂടിയല്ലേ ഉള്ളൂ. സോ എല്ലാ സമയവും കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം ഇവിടെ 6:30 എന്തോ ആയി വൈകുന്നേരം. സ്റ്റിൽ നല്ല വെട്ടവും വിളിച്ചൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ നടക്കാൻ വന്നേക്കണേണ്. എൻ്റെ അപ്പുറത്തിരിപ്പുണ്ട്. പക്ഷേ പുള്ളിക്കാരി ക്യാമറ വന്നൊന്നും ഇഷ്ടമല്ല. സോ ഞാൻ കാണിച്ചു തന്നില്ല ഗൈസ്. അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് അവിടെ ഹാളിലോട്ട് പോയി. ഞാൻ റൂമിലാണ്. ലാസ്റ്റ് നൈറ്റ് ഇൻ ജർമ്മനി. ആൻഡ് എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വിഷമമൊക്കെ. കാരണം നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നല്ല സ്ഥലമുണ്ട്. തട്ടിപ്പൊളിയാണെന്നറിയോ കാണാൻ. നല്ല രസമുണ്ട്. ഞാൻ നിന്ന സ്ഥലത്തിനെക്കാട്ടൊക്കെ 3-4 ഇരട്ടിയില്ല, അത്രക്കും മേലെയാണ് ഈ സ്ഥലം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ ഞാൻ ആവശ്യത്തിനേറെ കണ്ടു ഇവിടെ. അതിനകത്ത് ഞാൻ ഹാപ്പിയാണ്.
ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ടുമോറോ. ആൻഡ് നാളെ ഞങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറച്ച് കെട്ടിപ്പറക്കാനുണ്ട്. സോ അതൊക്കെ എനിക്ക് കുത്തിക്കയറ്റണം ബാഗിനകത്തോട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വേണം ഇതെല്ലാം ശരിയാക്കാൻ. എന്നിട്ട് നാളെ വൈകുന്നേരം പോവും. സോ നിങ്ങളിന്ന് മുഴുവൻ കാണിക്കാൻ പറ്റില്ല എനിക്ക്, കാരണം കുറച്ചൊക്കെ എടുത്ത് കുറച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല. സോ ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ നമ്മളെല്ലാവരും ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഒരുത്തി പല്ലൊക്കാൻ പോയേക്കണേ. സോ ഇന്ന് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകും. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ബെഡിൽ നിന്ന് തല പൊന്തിയേ ഉള്ളൂ. സോ ഗൈസ്, ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത് ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ പ്ലെയിനിൽ കയറി. സത്യം പറയാല എല്ലാവരും ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അതെ ഇപ്പം എൻ്റെ മീൽസ് വന്നപ്പോൾ ഫുഡ് കണ്ടപ്പോൾ സത്യം എൻ്റെ നെഞ്ച് തകർന്നു പോയി. അങ്ങനെ ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇത് ഞാൻ കഴിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എയർ ഇന്ത്യയിലെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എൻ്റെ എക്സ്പ്രഷൻ ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി. സോ ഗൈസ്, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എൻ്റെ എക്സ്പ്രഷൻ ആയിക്കില്ല പുറകിലിരിക്കണം അപ്പാപ്പനേക്ക് നോക്കണമെന്ന്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് മാറി കയറി. സോ ഗൈസ്, ഞാൻ അങ്ങനെ നാട്ടിലെത്തിയിരിക്കുന്നതാണ്. ജർമ്മനിലെ പോലെ ഇവിടെ സൈലൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്, കാരണം ഇത് എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീടാണ്. സോ ഇവിടെ അങ്ങനെ അത്ര വലിയ സൈലൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. സോ അങ്ങനെ ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിരിക്കുന്നു. സോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. സോ എൻ്റെ ഇപ്പുറത്തിരുന്ന് ഇപ്പോൾ മാക്കുന്ന തിന്നാൻ പോകുന്നത് എൻ്റെ ചേച്ചിയാണ്. അവൾക്ക് അവൽ മിൽക്ക് കിട്ടിയ ആക്രാന്തമാണ്. സോ ഇനി അടുത്ത മെമ്പർ എൻ്റെ പപ്പയാണ്. ഇത് വരൂ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പൊക്ക് മേക്കപ്പ് ഇല്ലത്. സോ ഇതാണ് എൻ്റെ പപ്പ. എൻ്റെ മമ്മിയോട് ഒളിച്ചിരിക്കണേ ക്യാമറയുടെ മുമ്പിൽ പണ്ടേ വരില്ല. സോ നമുക്ക് മമ്മീനെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് മാക്കുന്ന കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നീണ്ട കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയിരിക്കണേണ് അവസാനം. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് ജർമ്മനിക്ക് പോയിട്ട് പെട്ടെന്ന് റിട്ടേൺ വന്നപ്പോ എന്റെ നാട്ടുകാർക്കൊക്കെ സംശയമായി ഞാനിവിടെ എന്തിനാന്നാണ്. ഞാൻ അവിടെ നിന്ന് നിർത്തി പോന്നു, അല്ലെങ്കിൽ എന്നെ അവിടെ അടിച്ച് പുറത്താക്കിയോ. ഭയങ്കര ഡൗട്ട്സ് ആണ് നാട്ടുകാർക്കൊക്കെ. ഓക്കെ, എല്ലാവർക്കും അല്ല, എന്റെ വീടിന്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എന്തിനാ വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പറഞ്ഞോടാണ്ട് വേറെ ഒന്നും പറഞ്ഞു വരത്തരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോ ഡയറക്റ്റ്ലി. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഞാൻ എന്തിനാണ് നാട്ടിൽ വന്നേക്കുന്നത്.